ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കും വീഡിയോ എന്നുള്ളത്. ഞാൻ പറയാണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥിയാണ് സുരേഷ് ഗോപി സാറ്. അപ്പോൾ ഇതിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇതിപ്പോൾ എടുത്തു വെച്ച വീഡിയോ അല്ല, എലക്ഷൻ്റെ ടൈമിൽ എടുത്തു വെച്ചിരുന്നതാണ്. അന്ന് യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്ത കാരണം അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, അതായത് അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതായത് സാറ് വരുമോ, അതായത് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുമോ, അതായത് മെയിനായിട്ടും എലക്ഷൻ്റെ സമയമാണ്. അപ്പോൾ എല്ലായിടത്തും ഓടിയെത്തണം. അപ്പോൾ ചിലപ്പോൾ ചില പരിപാടികൾ ക്യാൻസൽ ചെയ്യേണ്ടി വരും, ചില പറഞ്ഞിടത്തേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ക്യാൻസൽ ചെയ്യുമോ, അതായത് അവരെയും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഏതൊരു മനുഷ്യനായാലും ഇങ്ങനെ ഓടി നടക്കുമ്പോൾ വയ്യായ്കകളും കാര്യങ്ങളും എല്ലാം വരുമല്ലോ. അപ്പം അത് കാരണം നമുക്ക് സാറ് വരണത്, നമ്മുടെ മുന്നിൽ വരണത് വരെ വരുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ സാറിന് എലക്ഷൻ്റെ ടൈമിൽ, അതായത് സാറ് എലക്ഷന് നിൽക്കുന്ന ടൈമിൽ നമ്മുടെ നാട്ടിലേക്ക് ഇതേപോലെ വന്നപ്പോൾ അന്ന് ഇതേപോലെ ഞങ്ങൾ കാണാൻ പോയിരുന്നു. അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര അടുത്തും, അതായത് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടർ വരിക എന്ന് പറയുമ്പോൾ നമുക്കത് അത്രയും സന്തോഷമുള്ള കാര്യമാണല്ലോ. അത് സന്തോഷത്തിൽ ഒരു അഭിമാനം, ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തൊക്കെയായിരുന്നു. അങ്ങനെ സാറ് വന്നു. സാറ് വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ വീട്ടിലെയും ആ പരിസരത്തുള്ള എല്ലാ കുട്ടികളെയും റോസാപ്പൂവൊക്കെ കൊടുത്ത് നമ്മൾ സെറ്റാക്കി നിർത്തിയിട്ടുണ്ടായി. അപ്പോൾ അവരതുപോലെ തന്നെ ഭംഗിയായി കുട്ടികൾ സാറിന് എല്ലാവരും റോസാപ്പൂ കൊടുത്തു. അങ്ങനെ സാറ് അതൊക്കെ സ്വീകരിച്ച് അകത്ത് കയറി എല്ലാവരുമായിട്ടും നല്ല രീതിക്ക് തന്നെ സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. സാറ് തിരക്കിട്ടായിരുന്നു വന്നത്, കാരണം ഞാൻ പറഞ്ഞ പോലെ എല്ലായിടത്തും എത്തണമല്ലോ. അപ്പോൾ അത് കാരണം സാറ് തിരക്കിട്ടാണ് വന്നത്. അങ്ങനെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള അപ്പൂപ്പന് സാറ് പൊന്നാടിയൊക്കെ അണിയിച്ചു. പിന്നെ തിരിച്ച് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ആ കഴുത്തിൽ അതൊക്കെ അണിയിച്ചിട്ടാണ് സാറ് യാത്ര പറഞ്ഞത്. പിന്നെ ഒരു കൃഷ്ണ വിഗ്രഹം ഒരു കുട്ടി കൊടുത്തപ്പോൾ സാറിത് സന്തോഷത്തോടെ സ്വീകരിച്ച് തിരിച്ചു കൊടുത്തു. കാരണം കൃഷ്ണന് എപ്പോഴും കുട്ടികളെയാണല്ലോ ഇഷ്ടം. അപ്പോൾ ഏറ്റവും യോഗ്യത ആ കുട്ടിയുടെ കയ്യിലിരിക്കാനാണ് എന്ന് പറഞ്ഞ് സാർ അത് കുട്ടീനെ തന്നെ സന്തോഷത്തോടെയാണ് ഏൽപ്പിച്ചത്. അത് കഴിഞ്ഞ് സാറ് എല്ലാവരോടും യാത്ര പറഞ്ഞ് അങ്ങനെ കാറിൽ കയറിപ്പോയി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ